കുറ്റിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലിറ്റി എന്ന് പേരുള്ള ഒരു സഹോദരി നമ്മുടെ താമസിച്ചുള്ള ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്, അച്ഛൻ എനിക്കൊരു അവസരം തരണം. എന്നിട്ട് ആ സഹോദരി പറഞ്ഞ സാക്ഷി ഇങ്ങനെയാണ്: ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന, ജീവിതത്തിലെല്ലാം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. 7-8 വർഷത്തോളം ആ ദേശത്ത് ജോലി ചെയ്തു. എന്നിട്ട് നാട്ടിൽ അവധിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ജോലി സ്ഥാപനത്തിൽ നിന്നും ഒരു ലെറ്റർ വന്നു, നിന്നെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവളുടെ വിസയും ക്യാൻസൽ. ഇനി എന്തു ചെയ്യും? വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ജോലി നഷ്ടപ്പെട്ട് ഞെരുക്കം, ദുഃഖം, ഭാരം, അങ്ങനെ സ്വാഭാവികം. അങ്ങനെ ഞെരുക്കത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ഞെരുങ്ങി പിറുപിറുത്ത് പരാതി പറഞ്ഞ് ഇങ്ങനെ ഇരിക്കരുത്. നീ ഒരു കാര്യം ചെയ്, പോട്ട ആശ്രമത്തിൽ പോയിട്ട് നീ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടൂ. അങ്ങനെ ഈ പെൺകുട്ടി കഴിഞ്ഞ നവംബർ മാസത്തിൽ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്നു. എന്നിട്ട് ധ്യാനം കൂടി. ഈ പെണ്ണ് ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? ഇത്രയും നാളും എനിക്ക് ജോലി തന്ന ദൈവത്തിന് നന്ദി, എൻ്റെ ഈ ഞെരുക്കത്തെ ഓർത്ത് നന്ദി, എൻ്റെ കുടുംബത്തെ ഓർത്ത് നന്ദി, എൻ്റെ ഇല്ലായ്മകളെ ഓർത്ത് നന്ദി, ഓരോ വിഷയത്തെയും ഓർത്ത് ഈ പെണ്ണ് സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറയാൻ തുടങ്ങി. ഈ പെണ്ണോട്ട് പറയാണ്, അച്ചോ അത് കഴിഞ്ഞിട്ടുള്ള 21 days ചില വചനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വലിയ ഞെരുക്കം, വലിയ ഭാരം, പക്ഷേ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രചോദനം ദൈവം എനിക്ക് തരും, ദൈവം എനിക്ക് തരും. അച്ചോ ഞാൻ പ്രാർത്ഥിച്ചു, ഇതാ ഞാൻ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നല്ല ശമ്പളത്തോടുകൂടി കർത്താവ് എന്നെ ഇതാ ഉയർത്തിയിരിക്കുന്നു. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ദിവസങ്ങളിൽ ആ രാജ്യത്തേക്ക് പോവാണ്, നന്ദി പറയാൻ വന്നതാണ്. നിന്റെ കയ്യിൽ എന്തുണ്ട് അത് നീ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പൊ ചിലർ ചോദിക്കും, എന്തുണ്ടായിട്ടാ നന്ദി പറയേണ്ടത്? നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്താണോ അതില്ലായ്മയാണ്, അത് ഉയർത്തിക്കോണം. നിന്റെ ശാരീരിക വേദനയാണ്, അത് ഉയർത്തിക്കോണം. നിന്റെ കഷ്ടപ്പാടാണ്, അത് ഉയർത്തിക്കോണം. നിന്റെ ഉറക്കമില്ലായ്മയാണ്, അത് ഉയർത്തിക്കോണം. സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറയുമ്പോൾ നിന്റെ മുമ്പിൽ കർത്താവ് 10,000-ങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കാൻ തക്കവണ്ണം, മറ്റുള്ളവരുടെയും നിന്റെയും ജീവിതത്തിൽ തൃപ്തിയാകോളം തക്കവണ്ണം നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.